ഇത് കണ്ടോ, ഡെയിലി നമ്മൾ ധാരാളം ഫ്രൂട്ട്സൊക്കെ കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ജൂൺ മാസമാണ്. ഈ പഴം എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ആ സൈഡിൽ വച്ചിരിക്കുന്ന ഒരു പടം കണ്ടല്ലോ. അപ്പോൾ ഇതാണ് മൂട്ടിൽ പഴം, മൂട്ടിപ്പഴം എന്നൊക്കെ പറയുന്നത്. ഇത് സാധാരണയായിട്ട് വനത്തിലാണ് ഉണ്ടാകുന്നത്. വനത്തിലെ ഒരു ഫ്രൂട്ടാണിത്, മൂട്ടിൽ പഴം എന്ന് പറയുന്നത്. വനം എന്ന് പറയുന്നത് ധാരാളം പഴങ്ങൾ കൊണ്ടും സമൃദ്ധമാണ്. കായികനികളെല്ലാം കൊണ്ട് സമൃദ്ധമാണ്. പലതരത്തിലുള്ള പഴങ്ങൾ വനത്തിൽ നിന്ന് കിട്ടാറുണ്ട്. വനമേഖലയോട് അടുത്ത് താമസിക്കുന്നവർക്കാണ് ഇതിൻ്റെ പ്രയോജനം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ഈ ഫ്രൂട്ടിനാണ് മൂട്ടിൽ പഴം എന്ന് പറയുന്നത്. ഈ പഴം നമുക്കിതിൻ്റെ അകത്ത് സാധാരണ നമ്മൾ റംബൂട്ടാൻ ഉണ്ടല്ലോ, റംബൂട്ടാൻ്റെ പുറന്തോടെന്ന് പറയുമ്പോൾ ഒരുമാതിരി മുള്ളു പോലുള്ള ഒരു പുറന്തോടാണ്. അത് തോടിളക്കി കഴിഞ്ഞ് അതിനകത്തുള്ള സാധനമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ നല്ലൊരു മിനുസമുള്ള ഒരു ഫ്രൂട്ടാണ് അതിനകത്തിരിക്കുന്നത്. അതുപോലെയാണ് ഈ മൂട്ടിൽ പഴത്തിൻ്റെയും അകത്താണ് ഇതിൻ്റെ കഴിക്കാൻ പറ്റുന്ന ഒരു റംബൂട്ടാൻ്റെ ഇതുപോലെ തന്നെ ആണ് ഇതിൻ്റെ അരിയോടുകൂടിയ ഭാഗം അകത്തിരിക്കുന്നു. അത് നമുക്ക് എടുത്ത് തിന്നാം. കണ്ടില്ലേ, അതാണ് അത്. യഥാർത്ഥത്തിൽ റംബൂട്ടാനുമായിട്ട് നല്ലൊരു സാമ്യമുണ്ട്. മൊത്തത്തിലില്ല എങ്കിലും ഒരു സാമ്യമുണ്ട്. പിന്നെ ഒരുമാതിരി മധുരവും പുളിയും ചവർപ്പും എല്ലാം ചേർന്ന ഒരു ഫ്രൂട്ടാണിത്. പക്ഷേ ഇത് വളരെയധികം ഔഷധ ഗുണം ഉള്ളതാണ് മൂട്ടിൽ പഴം. ഇതിനെ മൂട്ടിൽ പഴം എന്ന് വിളിക്കുന്നതിനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, മരത്തിൻ്റെ മൂട്ടിലാണ് ഇതിൻ്റെ പഴം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഈ മഴക്കാലം ജൂൺ മാസത്തിലൊക്കെയാണ് ഈ പഴം ഉണ്ടാകുന്നതിന് ഭയങ്കര ഡിമാൻഡാണ്. അപ്പം ഇതിൻ്റെ ഈ പുറന്തോട് വെച്ച് അച്ചാറിടാം. നല്ല ഔഷധ ഗുണമുള്ള അച്ചാർ ഇത് വെച്ച് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. സാധാരണ നമ്മൾ അച്ചാറിടുന്നത് പോലെ ഇട്ടാൽ മതി. പിന്നെ ഇത് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതെന്ന് അറിയണ്ടേ. എൻ്റെ കുടുംബ വീടെന്ന് പറയുമ്പം വന മേഖലയാണ്. അച്ഛൻകോവിൽ വനമേഖലയോട് ചേർന്നാണ്. അവിടെ നിന്ന് ഇന്നലെ ഞങ്ങളുടെ ഒരു മോന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവൻ കൊണ്ടു തന്നതാ മൂട്ടിൽ പഴം. അപ്പം ഞങ്ങളെ കാണാനായിട്ട് വന്നപ്പോൾ അവനവിടെ നിന്നും ഞങ്ങൾക്കൊരു ഗിഫ്റ്റായിട്ട് മോൻ കൊണ്ടു തന്നതാണ്. സിദ്ധു എന്ന് പറയും. അവൻ കൊണ്ടു തന്ന അവനെ കൊണ്ടു തന്നതിന് അവന് ഒരു നന്ദിയും കൂടെ ഞാൻ പറയുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ മൂട്ടിപ്പഴം ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നത്. കാട്ടിലൊക്കെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളവിടെ കൂടുതൽ ദിവസമൊന്നും പോയി തങ്ങാറില്ല. അങ്ങനെ ഇന്ന് എൻ്റെ ഫ്രണ്ട്സിന് ഇതൊരു ഗിഫ്റ്റായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഈ വീഡിയോ എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.